എൻ്റെ ജീവിതത്തിലെ കാണുന്ന ദൈവം. ആ ടീച്ചറാണ് എൻ്റെ ജീവന്റെ ഭാഗമായി എനിക്ക് വഴി തെളിച്ച് ഈ ടീച്ചറിനെ കൊണ്ട് തന്നത്, ഈശ്വരൻ കൊണ്ട് തന്നത്. ആരും ഇറക്കി വിടില്ല എന്നൊരു സംതൃപ്തിയോടെ അവർക്ക് ജീവിക്കാം. സന്തോഷമായോ? സന്തോഷമായി, ഒരുപാട് ഒരുപാട് സന്തോഷമായി. ദൈവത്തെ പോലെയാണ് രഞ്ജി ടീച്ചറും സോളൈറ്റ് സംഘടനയൊക്കെ വന്നത്. അവര് വന്നില്ലായിരുന്നു എന്ത് ചെയ്തേനെ? ഇവിടെ ഈ വീട്ടിൽ കിടക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. അപ്പൊ അവരെയൊക്കെ എപ്പോഴും ദൈവത്തെ പോലെ കാണണ്ടേ? ദൈവത്തെ പോലെ തന്നെ ഞാൻ കാണുന്നുണ്ട്. എന്നും എൻ്റെ മരുന്നത് വരെ ഞാൻ അതുപോലെ കണ്ടോണ്ടിരിക്കും. ഈ അമ്മയ്ക്ക് ഒരു അമ്മയുണ്ട്, 100 വയസ്സുള്ളൊരു അമ്മ, 17 വയസ്സുള്ളൊരു മകള്. അവരൊക്കെ ഈ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ വീട് കേരള ഗ്രാമീൺ ബാങ്ക് ജപ്തി ചെയ്തിരുന്നു അല്ലേ? ഏകദേശം 4 ലക്ഷത്തോളം രൂപ ലോൺ എടുത്ത് കുടിശ്ശികയായി 4 ലക്ഷത്തോളം രൂപയായിരുന്നു ബാങ്കിന് അടയ്ക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ വന്ന് ഇവരുടെ ഒരു അവസ്ഥ വാർത്ത ചെയ്തു. വാർത്ത കണ്ടിട്ട് സോളൈറ്റ് സംഘടനയിലെ നല്ലവരായ മനുഷ്യർ ഇവിടെ എത്തിയിട്ട് ഈ ബാങ്കിൻ്റെ അമ്മ കൊടുക്കാനുള്ള പണം ധനകാര്യമന്ത്രിയോട്ടൊക്കെ ഇടപെട്ട് കുറച്ച് പൈസ കുറച്ച് കൊടുത്തു. ആ പൈസ മുഴുവൻ ജപ്തി ചെയ്യാനിരുന്ന വീട് ഉള്ള സംഘടന തിരിച്ചു കൊടുത്തില്ലേ? ഇതിൽ കൂടുതൽ വേറെ എന്തോ വേണോ അമ്മ? കിടപ്പാടമല്ലേ അമ്മയ്ക്ക് തിരിച്ചു കിട്ടിയത്? കിടപ്പാടം എനിക്ക്. അപ്പൊ അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും തീരത്തില്ല.